വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. വീണ്ടും എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വീക്കെൻഡിലേക്ക് വന്നിരിക്കുകയാണ്. അടുത്ത 1-2 ദിവസം കൂടി നമ്മൾ വചനം കേൾക്കുന്നു. അതിനുശേഷം ഞായറാഴ്ച ആകുന്നു നമ്മൾ സഭയിൽ ഒരുമിച്ച് വരാൻ പോകുന്ന ദിവസമാണ്. ബട്ട് ഇന്നത്തെ ദിവസം കർത്താവ് നമ്മളോട് വ്യക്തമായി സംസാരിക്കാൻ പോവുകയാണ്. എത്ര പേർ റെഡിയാണെങ്കിൽ ലൈവ് ചാറ്റിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്? ലൈവ് ചാറ്റിൽ പ്രൈസ് ദി ലോർഡ് ഇടുക, ഹല്ലേലൂയ ഇടുക. നമുക്ക് ഒരുമിച്ച് ഒരു സമൂഹമായി തയ്യാറെടുക്കാം. കർത്താവ് നമ്മളോട് ഇന്ന് സംസാരിക്കാൻ പോവുകയാണ്. എറണാകുളത്ത് നിന്നുള്ളൊരു വെൽവിഷറാണ് ഇന്നത്തെ ഒരു കീ സ്പോൺസർ. നമുക്ക് ഈ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് കാര്യങ്ങൾ നീട്ടി സിസ്റ്റർ അനുഗ്രഹിക്കുന്നു. കർത്താവ് ഞങ്ങൾ എസ്പെഷ്യലി മക്കളെ ബ്ലെസ് ചെയ്യുന്നു. രണ്ടാമത്തെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മകന് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവ് മകൻ്റെ ലൈഫിൽ എടുക്കേണ്ട തീരുമാനങ്ങളുടെ നിർദ്ദേശം അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ദൈവിക സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകൻ്റെ ലൈഫിൽ മൊത്തത്തിൽ ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടാമത്തെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ വ്യക്തതയോടെ ശ്രദ്ധയോടെ കർത്താവ് ചില ഡിസിഷൻസ് എടുക്കുവാൻ ചിന്തിക്കുവാനും എല്ലാം കർത്താവ് ആ മകനെ പ്രിപ്പയർ ചെയ്യണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പോൾ തന്നെ സ്വഭാവത്തിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകട്ടെ, ക്യാരക്ടറിൽ ഒരു ചേഞ്ച് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല അലസതയും മാറി കർത്താവെ ഫോക്കസ്ഡായി മുൻപിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് വെൽവിഷറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒരു പുതിയ വഴി അങ്ങ് തുറക്കണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിച്ച് ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററിനെ, കുടുംബത്തെ കർത്താവ് വീണ്ടും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കും ഒരു TV പ്രോഗ്രാം പാർട്ട്ണർ ആകണമെങ്കിൽ, സ്പോൺസർ ആകണമെങ്കിൽ സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ആമേൻ. നമ്മൾ ഒരുമിച്ച് വീണ്ടും വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഡിവോഷണൽ ഡയറിയിലെ പേജിലേക്ക് വരിക. ജനുവരി 22. റെഡിയാണോ? ഫോക്കസ് വേർഡ് ഈസ് ലവ്. വാവ്. ഇന്നത്തെ നമ്മുടെ ഫോക്കസ്, ഞാൻ ഉള്ളിൽ വിശ്വസിക്കുന്നൊരു കാര്യമാണ്. ഓരോ ദിവസങ്ങളിലെയും ഫോക്കസ് ഒന്നും ചുമ്മാ വരും എന്നെനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ പുറകിലൊരു ഡിവൈൻ ഓർക്കസ്ട്രേഷനുണ്ട്. ചിലർക്ക് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഇന്നത്തെ ആ മോർണിംഗ് ഗ്ലോറിയിലെ ഫോക്കസ് ഇത് തന്നെയാണ് കർത്താവ് എൻ്റെ ഉള്ളിൽ നേരത്തെ സംസാരിച്ചത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്നതായിരുന്നു ഈ ദിവസത്തേത്. എനിക്കുള്ളത് തീർച്ചയായിട്ടും ഓരോ ദിവസത്തേത് കർത്താവ് സ്പെസിഫിക്കായിട്ട് ദൈവം നമുക്ക് വേണ്ടി എടുത്തു തരുന്നു. സോ ദ ഫോക്കസ് വേർഡ് ഈസ് ലവ്. സ്നേഹം. ചെയ്യേണ്ടത് എല്ലാവരും നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിലേക്ക് ചെന്ന് ലവ്, LOVE, ലവ് ടൈപ്പ് ചെയ്തിടുക. അതിൽ ലവ് എന്നടിക്കുമ്പോൾ തന്നെ പലപ്പോഴും ഇമോജിയിലൊരു ഹാർട്ടിൻ്റെ ചിഹ്നം വരും. അതും അങ്ങ് എടുത്തിട്ടോ. 1 Corinthians 13:13, 1 Corinthians 13:13 ഫോക്കസ് വേഴ്സ്. ആൻഡ് നൗ ദീസ് 3 റിമെയിൻ: ഫെയ്ത്ത്, ഹോപ്പ്, ലവ്. ബട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദീസ് ഈസ് ലവ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഇന്നത്തെ ഡെക്ലറേഷൻ, പ്രഖ്യാപനം ഇതാണ്: ഐ വാക്ക് ഇൻ ഡിവൈൻ ലവ് ടുഡേ. ഇന്ന് ഞാൻ ദൈവികമായ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ ഞാൻ നടക്കുന്നു. ലവ് നെവർ ഫെയിൽസ്. സ്നേഹം ഒരിക്കലും പരാജയപ്പെടുകയില്ല, അല്ലെങ്കിൽ സ്നേഹം ഒരിക്കലും ഉതിർന്നു പോകുകയില്ല. ആൻഡ് ഓവർകംസ് എവ്രി ബാരിയർ. എല്ലാ തടസ്സങ്ങളെയും സ്നേഹം ബ്രേക്ക് ചെയ്യുന്നു, തകർക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ ഞാനിതിലേക്ക് പോകുന്നില്ല, കാരണം അത് അവരവരായി ആ ഭാഗങ്ങളെടുത്ത് വായിച്ച് ടിക്ക് ചെയ്യാം. സ്നേഹത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നു. നമ്പർ 1, നോട്ട്സ് എഴുതുന്നവരെല്ലാം എഴുതുക. ടൈപ്പ് ചെയ്യുന്നവർ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുന്നവർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫുൾ നോട്ട്സും കമൻറ്റ് സെക്ഷനിലേക്ക് ടൈപ്പ് ചെയ്തിടണം. ഒത്തിരി പേരത് അനുഗ്രഹിക്കും. ലവ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കിങ്ഡം വാല്യൂ. ദൈവരാജ്യത്തിൽ ഏറ്റവും മൂല്യമുള്ള മെറ്റീരിയൽ, ദൈവരാജ്യത്തിൽ ഏറ്റവും വിലമതിക്കുന്നത് സ്നേഹമാണ്. 1 Corinthians 13:13 നമ്മൾ വായിച്ചു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, 3 കാര്യങ്ങളെ ഇറ്റേണൽ റിച്ചസ് എന്നാണ് വിളിക്കുന്നത്. നിത്യമായി വിലയുള്ള, മൂല്യമുള്ള 3 കാര്യങ്ങൾ. നമുക്കിവിടെ പലതിനും നാളികേരത്തിൻ്റെ വിലയിടിഞ്ഞു, കുരുമുളകിൻ്റെ വിലയിടിഞ്ഞു, എണ്ണയുടെ വില കയറി, സ്വർണ്ണവില വീണ്ടും കയറി,
ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയറിൻ്റേതോ കൂടുന്നു, കുറയുന്നു. ഇങ്ങനെയൊക്കെ ഒത്തിരി ബജറ്റ് അവതരിപ്പിക്കുന്നതനുസരിച്ച് മാറുന്നു. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇന്നത് സംഭവിക്കുമ്പോൾ ഇവിടെയെല്ലാം അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. ഓയിലിൻ്റെ പ്രൈസിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ഇതിനെല്ലാം വിലയ്ക്ക് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകും. ചിലത് വില ഭയങ്കരമായിട്ട് കയറും, ചിലത് ഇടിയും. എന്നാൽ ഒരിക്കലും നിത്യതയിൽ പോലും വില താഴാത്ത ഏറ്റവും കൂടുതൽ മൂല്യമുള്ള 3 കാര്യങ്ങൾ: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. എല്ലാവരും പറയാം. കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ടൈപ്പ് ചെയ്യുക ഫെയ്ത്ത്, ഹോപ്പ്, ലവ്. പെട്ടെന്ന് ടൈപ്പ് ചെയ്തിടുക. ഒരാൾക്ക് തന്നെ പല പ്രാവശ്യം ടൈപ്പ് ചെയ്തിടുക. ഫെയ്ത്ത്, ഹോപ്പ്, ലവ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവ 3 നിലനിൽക്കുന്നു. നമ്മൾ മരിച്ചാലും ഇത് 3 നമ്മളെ വിട്ടു പോകില്ല. അതേ അധ്യായത്തിൽ, അതായത് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന് നമ്മൾ ലവ് ചാപ്റ്റർ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ചാപ്റ്റർ ഓഫ് ലവ്, അതിൽ സ്നേഹത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം ആദ്യം വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്, അല്ലേ? എന്ന് വെച്ചാൽ ശരീരത്തെ, ഈ മലകളെ നീക്കാനുള്ള വിശ്വാസമുണ്ടായാലും എൻ്റെ ശരീരത്തെ ചുടുവാനേൽപ്പിച്ചാൽ, ഒരു സാക്രിഫൈസായി കൊടുത്താലും സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ എന്നൊക്കെ പറയുന്നത്, എംപ്റ്റി വെസൽസ്. അതിനുശേഷം ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രവചനപരത്തെക്കുറിച്ച് പറയുന്നു, അന്യഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കൃപാവരങ്ങളെല്ലാം നിന്നുപോകും. എന്നാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 മരിച്ചാൽ, മരണത്തോടുകൂടെ നമ്മൾ എത്ര വലിയ ഗിഫ്റ്റ് ഓപ്പറേഷൻസ് നടത്തിയാലും, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിൽ എത്രയൊക്കെ നമ്മളതിനെല്ലാം യൂസ് ചെയ്താലും, ഒത്തിരി പേർക്ക് അനുഗ്രഹമായാലും, അതെല്ലാം ഒരു ദിവസം നിന്നുപോകും. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നിന്നു പോകുന്നു. അഥവാ നമ്മുടെ ഈ കാലം കഴിഞ്ഞ് കർത്താവിൻ്റെ അടുക്കിലേക്ക് പോയി കർത്താവ് വരുന്ന സമയത്താണ് നമ്മുടെ പൂർണ്ണത വരുന്നത്. അതുവരെ നമ്മളാരും പൂർണ്ണരല്ല. ആ പൂർണ്ണത വരുമ്പോൾ അംശമായി ഇതെല്ലാം മാറിപ്പോകും. സ്വർഗത്തിൽ ചെന്ന് ഇനി ആരും അന്വേഷ പറയേണ്ട. അല്ലെങ്കിൽ യേശുവിൻ്റെ വരവിന് ശേഷം നമ്മൾ എവിടെയാണ് അവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവചിക്കാനൊന്നും പോകേണ്ട. രോഗസൗഖ്യത്തിൻ്റെ വരവൊന്നും അവിടെ ഓപ്പറേറ്റ് ചെയ്യേണ്ട. ആരും അവിടെ രോഗിയായിട്ടില്ല. ദർശനമൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും കാണാം. സോ ഇതെല്ലാം നിന്നു പോകും. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. എന്നാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 എന്നേക്കും നിലനിൽക്കുന്നു. ഇതിൽ തന്നെ ഏറ്റവും വാല്യൂ ഉള്ളത് എന്താണ്? സ്നേഹമാണ്. അതാണ് ലവ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കിങ്ഡം വാല്യൂ എന്ന് പറയുന്നത്. ഫെയ്ത്ത് കണക്ട്സ് അസ് ടു ഗോഡ്സ് പവർ. വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ദൈവശക്തിയുമായി അത് നമ്മെ കണക്ട് ചെയ്യും. വിശ്വാസത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി കേന്ദ്രവുമായി നമുക്ക് കണക്റ്റഡ് ആവാം. ഹോപ്പ് ആങ്കേഴ്സ് അസ് ഇൻ ഗോഡ്സ് ഫ്യൂച്ചർ. എന്നാൽ ദൈവം നമുക്കായി ഉണ്ടാക്കുന്ന ഭാവിയിലേക്ക് നമ്മളെ നങ്കൂരമിടുന്നത് പ്രത്യാശയാണ്. ബട്ട് ലവ് റിഫ്ലെക്ട്സ് ഗോഡ്സ് നേച്ചർ. എന്നാൽ സ്നേഹം നമ്മിൽ വരുമ്പോൾ അത് കാണിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്, ദൈവപ്രകൃതമാണ് നമ്മിൽ പ്രതിഫലിക്കുന്നത്. Therefore, it is the greatest. Faith, hope, love. Love is the greatest among all these 3 kingdom values. 1 John 4:8, 1 യോഹന്നാൻ 4:8 നമ്മൾ കാണുന്നത്, whoever does not love does not know God, because God is love. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം സ്നേഹമാകും. അപ്പോൾ സ്നേഹമില്ലാത്ത ഒരാൾ ദൈവത്തെ അറിഞ്ഞിട്ട് പോലുമില്ല. ദൈവത്തെ അറിയുന്ന ഒരാളിൽ അവൻ്റെ സ്നേഹമെന്ന ക്യാരക്ടർ കയറി പിടിക്കും. കാരണം God is love, meaning God is full of love. God is the embodiment of love. God is saturated with love. The essence of God is love. ദൈവം സ്നേഹം തന്നെ. അതുതന്നെ 1 യോഹന്നാൻ 4:16 പറയുന്നുണ്ട്, ദൈവം സ്നേഹം തന്നെ. ഗോഡ് ഈസ് ലവ്. ലവ് ഈസ് നോട്ട് ഗോഡ് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അത് യുവതി യുവാക്കന്മാരൊക്കെ ഉണ്ടാക്കുന്നൊരു സാധനമാണ്. ലവ് ഈസ് ഗോഡ്. അതിലൊക്കെ ചിലർ വീണുപോകും. നോ, ഗോഡ് ഈസ് ലവ്. ലവ് ഈസ് നോട്ട് ഗോഡ്. ഇനി നമ്പർ 2, എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് നോട്ട്സ് എഴുതുക, കുറിച്ച് വയ്ക്കുക, കമൻറ്റ് സെക്ഷൻ ടൈപ്പ് ചെയ്തിടണം. ലവ് ഈസ് ദ മാർക്ക് ഓഫ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ്.
യേശുവിൻ്റെ ശിഷ്യനാണെന്ന് ഒരാൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ശരിയായ ശിഷ്യത്വത്തിൻ്റെ അടയാളമാണ് സ്നേഹം. ശരിയായ ശിഷ്യത്വത്തിൻ്റെ അടയാളമാണ് സ്നേഹം. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 13, യോഹന്നാൻ്റെ സുവിശേഷം 13:34-35 വായിച്ചു നോക്കിയേ. എ ന്യൂ കമാൻഡ് ഐ ഗിവ് യു. ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരികയാണ്. പഴയ നിയമത്തിൽ മോശയിലൂടെ ഒത്തിരി കൽപ്പനകൾ കിട്ടി, 100 കണക്കിന് കൽപ്പനകളുണ്ട്. പിന്നെ യഹൂദന്മാരുടെ പണ്ഡിതന്മാർ മിഡ്രാഷ് എന്നൊക്കെ പറയുന്ന കുറേ ഇതൊക്കെ ഉണ്ടാക്കി, അതിലൊക്കെ നൂലാമാലകൾ പോലെ എണ്ണിക്കൂടാനാവാത്ത അത്രയും ഒത്തിരി കൽപ്പനകൾ വേറെ ഉണ്ടാക്കി. ഇനി എ ന്യൂ കമാൻഡ് ഐ ഗിവ് യു, ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരികയാണ്. ലവ് വൺ അനദർ. നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ. ഇതാണ് എൻ്റെ കൽപ്പന. ആസ് ഐ ഹാവ് ലവ്ഡ് യു സോ യു മസ്റ്റ് ലവ് വൺ അനദർ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ബൈ ദിസ് എവ്രി വൺ വിൽ നോ ദാറ്റ് യു ആർ മൈ ഡിസൈപ്പിൾസ്. ഇതിനാൽ നിങ്ങളെല്ലാവരും എൻ്റെ ശിഷ്യന്മാരെന്നറിയും. ഇഫ് യു ലവ് വൺ അനദർ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെങ്കിൽ. ദിസ് ഈസ് ദ ഹോൾ മാർക്ക് ഓഫ് ക്രിസ്ത്യാനിറ്റി. യേശുവിൻ്റെ ശിഷ്യരാണെന്ന് നമ്മളറിയാം. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമാണ്. ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണെന്ന് അറിയാൻ വേണ്ടി, മറ്റുള്ളവർക്ക് കൂടി അറിയാൻ വേണ്ടി എനിക്ക് എന്തെല്ലാം ചെയ്യാം. എനിക്ക് മൊത്തത്തിൽ എൻ്റെ ഈ ബിയേഡ് മുസ്റ്റഷൊക്കെ അങ്ങ് എടുത്ത് കളയാം. അപ്പോൾ ക്ലീൻ ഷേവായിട്ട് നടന്നാൽ ഞാൻ യേശുവിൻ്റെ ശിഷ്യനാകുമോ? ഇപ്പോൾ ഞാനിട്ടിരിക്കുന്ന ഷർട്ട് ഒരു വല്ലാത്ത ഭയങ്കര കളറാണ്. വൈറ്റ് ഷർട്ട് ഇട്ടാൽ ഞാൻ യേശുവിൻ്റെ ശിഷ്യനാകുമോ? നീണ്ട കുപ്പായം ഇട്ടാൽ ഞാൻ യേശുവിൻ്റെ ശിഷ്യനാകുമോ? അല്ലെങ്കിൽ ഇവിടെ ഒരു വലിയ മാല, ഒരു വലിയ കുരിശിട്ടാൽ ഞാൻ ഒന്നിനെയും ഞാൻ ഒരു ഏതെങ്കിലും ക്രിസ്തീയ സഭകളിൽ അങ്ങനെയുള്ള സിസ്റ്റംസ് ഉണ്ടെങ്കിൽ അതിന് തെറ്റ് പറയാനല്ല. ഐ എം ജസ്റ്റ് കമ്പയറിങ്. എൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാനൊരു വലിയ മാലയിട്ട് ഒരു കുരിശിട്ടാൽ, ഞാൻ അങ്ങനെ നടന്നവനാണ്. വലിയ കുരിശിട്ടുകൊണ്ടാണ് ഞാൻ നടന്നിരുന്നത് പണ്ട് കാലത്ത്. ശരിക്കും യഥാർത്ഥ ജീവനുള്ള യേശുവുമായി എൻകൗണ്ടർ ഉണ്ടാകുന്നതിന് മുൻപ് ഒരു വലിയ മാല, അതിലൊരു വലിയ കുരിശൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ക്രിസ്തീയതയുടെ അടയാളമായ പലതും ഞാൻ പുറത്ത് കാണിച്ചിട്ടുണ്ട് ഒരു കാലത്ത്. 16 വയസ്സിന് മുമ്പോട്ടുള്ള കാലം ഞാൻ പറയുന്നത്. പക്ഷേ യേശു പറയുന്നു, മോനെ, നീ നിൻ്റെ നെഞ്ചിലൊരു കുരിശിട്ടുകൊണ്ട് നടന്നാലോ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സിംബൽസ് ഉപയോഗിച്ചാലോ, ക്രിസ്തീയമെന്ന് തോന്നുന്ന വേഷഭൂഷാദികൾ നീ അണിഞ്ഞാലോ നീ എൻ്റെ ശിഷ്യനാകുകയില്ല. അതിലൊന്നിലുമല്ല യേശുവിൻ്റെ ശിഷ്യത്വം വെളിപ്പെടുന്നത്. ഇവിടെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, എ ന്യൂ കമാൻഡ് ഐ ഗിവ് യു. ഞാനൊരു പുതിയ കൽപ്പന നൽകുകയാണ്. ലവ് വൺ അനദർ. പരസ്പരം സ്നേഹിക്കണം. ആസ് ഐ ഹാവ് ലവ്ഡ് യു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. സോ യു മസ്റ്റ് ലവ് വൺ അനദർ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ബൈ ദിസ് എവ്രി വൺ വിൽ നോ ദാറ്റ് യു ആർ മൈ ഡിസൈപ്പിൾസ്. ഇതിനാൽ നിങ്ങളെല്ലാവരും അറിയും യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന്. ഇഫ് യു ലവ് വൺ അനദർ, തമ്മിൽ സ്നേഹിച്ചാൽ. ഇതാണ് ശിഷ്യരെന്ന്, യേശുവിൻ്റെ ശിഷ്യരെന്ന് നമ്മെ എല്ലാവരും അറിയുവാൻ കർത്താവ് തന്നിരിക്കുന്ന അടയാളം ഇതാണ്. അപ്പോൾ ഇപ്പം ഞാൻ രക്ഷിക്കപ്പെട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബ്രദർ DGS ദിനകരൻ്റെ ശുശ്രൂഷയിലാണ്. അപ്പോൾ അദ്ദേഹത്തെ തന്നെ അറിയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മോട്ടോ ലവ് ആൻഡ് കമ്പാഷൻ. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മോട്ടോ. അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ അനുഭവം ഞാൻ കേട്ടതാണ്. അദ്ദേഹം ഒരിക്കൽ പ്രാർത്ഥനയിൽ അദ്ദേഹം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, സ്വർഗത്തിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും 3 വലിയ, സ്വർഗത്തിൽ കാണുകയാണ്, 3 വലിയ പില്ലറുകൾ പോലെ, സ്തൂപങ്ങൾ പോലെ, ഹ്യൂജ് 3 പില്ലറുകൾ കണ്ടു. അപ്പോൾ അത് 3ഉം ഈ ഭൂമിയിൽ അതിഭയങ്കരമായി പ്രത്യേക ഏരിയയിൽ ദൈവം ഉപയോഗിച്ച പുരുഷന്മാരുടെ പില്ലറുകളാണ്. അതിൽ ബില്ലി ഗ്രഹാമിൻ്റെ ഉണ്ട്, വേറെ ആരെ ഞാൻ മറന്നുപോയി. അപ്പോൾ ബില്ലി ഗ്രഹാമിൻ്റേത് എനിക്ക് തോന്നുന്നു സുവിശേഷീകരണത്തിൻ്റെ ഒരു പില്ലറാണ്. എന്നാൽ ഒരു പില്ലറിൻ്റെ അടിയിൽ DGS ദിനകരൻ, അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം കാണുകയാണ്. പക്ഷേ അതെന്ത് പില്ലറായിരുന്നറിയാമോ? ലവ്. സോ ഹീ ഈസ് നോൺ ആസ് ദി അപ്പോസിൽ ഓഫ് ലവ്, ജസ്റ്റ് ലൈക്ക് അപ്പോസിൽ ജോൺ. യോഹന്നാൻ അറിയപ്പെടുന്ന സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നല്ലേ, അതുപോലെ ഇന്ത്യയിൽ ജീവിച്ച് ദൈവവുമായി ഭയങ്കരമായ അഭിമുഖമുണ്ടായി, പല പ്രാവശ്യമുണ്ടായ, അനേക പ്രാവശ്യം സ്വർഗത്തിലേക്ക് യാത്ര ചെയ്ത് തിരികെ വന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ അദ്ദേഹത്തെ കൊണ്ടേ കാണിച്ചു കൊടുത്തതാണ്.
അപ്പോൾ അദ്ദേഹത്തെ ദൈവം വിളിച്ചത് സ്നേഹത്തിൻ്റെ ഒരു അപ്പസ്തോലനായിട്ടാണ്. അപ്പോൾ അദ്ദേഹം കൂടെ പറഞ്ഞിരുന്നൊരു കാര്യമാണ് മൈ റിലിജൻ ഈസ് ലവ്. എനിക്കൊരു മതമുണ്ടെങ്കിൽ അത് സ്നേഹമാണ്. അതാണ് അദ്ദേഹത്തിൽ ദൈവം പതിപ്പിച്ചത്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിലേക്ക് ഭയങ്കര വലിയ ബിൽഡിംഗ്, കാഷ്വൽ എമർജൻസി, കുറേയധികം ആംബുലൻസുകൾ, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. വലിയ ലൈറ്റഡ് ബോർഡ് വെച്ചിട്ടുണ്ട്, ദൂരെ നിന്ന് കാണാം. ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ ഹോസ്പിറ്റലിനെ ഹോസ്പിറ്റലാക്കുന്നത് ഈ വലിയ ബോർഡല്ല, ഈ ആംബുലൻസിൻ്റെ വ്യൂഹമല്ല, അവിടെയുള്ള മെഷീനറി അല്ല, എമർജൻസി റൂമല്ല, ഡിപ്പാർട്ട്മെൻറ്റുകളല്ല, ഇൻപേഷ്യൻ്റ് ഔട്ട് പേഷ്യൻ്റ് വാർഡുകളല്ല. അതിനകത്ത് രോഗികൾ വന്ന് അവർ ക്യൂർഡ് ആവണം, അപ്പോഴാണത് ഹോസ്പിറ്റലാകുന്നത്. ഇതുപോലെ തന്നെ വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ ശിഷ്യന്മാരാകുന്നത് അവർ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് പലപ്പോഴും പിശാച് ചെയ്യാൻ ശ്രമിക്കുന്നത്. തമ്മിലുള്ള ബുദ്ധിമുട്ടുകൾ സഭയ്ക്കകത്ത്, സഭകൾ തമ്മിലൊക്കെ കൊണ്ടുവന്ന് അതിഭയങ്കരമായ ആ ഒരു പിക്ചർ അങ്ങ് കളയാൻ, യേശുവിൻ്റെ ശിഷ്യരല്ല എന്ന് വരുത്തി തീർക്കാനുള്ള സകല പരിപാടിയും സാത്താൻ ചെയ്യും. നമ്പർ 3, ലവ് ഈസ് സാക്രിഫിഷ്യൽ നോട്ട് സെൽഫിഷ്. ഈ സ്നേഹത്തിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് സ്നേഹം ത്യാഗപരമാണ്, അത് സ്വാർത്ഥമല്ല. സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. റോമലേഖനം 5:8 ബട്ട് ഗോഡ് ഡെമോൺസ്ട്രേറ്റ്സ് ഹിസ് ഓൺ ലവ് ഫോർ us ഇൻ ദിസ്. ദൈവത്തിന് നമ്മളുള്ള സ്നേഹം ഇങ്ങനെയാണ് അവൻ പ്രദർശിപ്പിക്കുന്നത്. വൈൽ വി വെർ സ്റ്റിൽ സിന്നേഴ്സ് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ us. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഒരു യോഗ്യതയുമില്ല. ആ സമയത്ത് നമ്മെ സ്നേഹിച്ച് അവൻ നമുക്ക് വേണ്ടി മരിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 15:13, John 15:13, greater love has no one than this, to lay down one's life for one's friends. സ്നേഹിതന്മാർക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തൊരു സ്നേഹം ആർക്കുമില്ല. സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഇത്രയേ ഉള്ളൂ, ലവ് ഗിവ്സ് വെൻ ഇറ്റ് ഈസ് നോട്ട് ഡിസേർവ്ഡ്. അർഹിക്കാത്ത സമയത്ത് ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുത്താൽ, ത്യാഗത്തോടുകൂടി എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ പേരാണ് സ്നേഹം. നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. കേട്ടിട്ടുണ്ടോ? ഞാൻ ചെറുപ്പകാലം മുതൽ കേൾക്കുന്നൊരു പല്ലവിയാണ്. കുഞ്ഞ് കരഞ്ഞാൽ മാത്രമേ ആഹാരം കൊടുക്കുകയുള്ളൂ അമ്മമാർ. ചിലപ്പോൾ കരയുന്നില്ല, ചിലപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് നടക്കും. പക്ഷെ അപ്പോഴും സമയത്ത് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അയ്യോ അമ്മമാർക്ക് ഭയങ്കര വിഷമമാണ്. നോർമലി ഞാൻ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അത് കൈക്കുഞ്ഞായിരിക്കുമ്പോൾ മുലപ്പാൽ ഊട്ടുന്ന സമയത്താണേലും വലുതാകുമ്പോഴും ഒക്കെ അമ്മമാർക്ക് സാധാരണ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവർ തകർന്നു പോവുകയാണ്. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അമ്മ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം തരുന്ന സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിച്ച് മോനെ ഇത്തിരി കൂടി വേണോ എന്നൊരു ചോദ്യമുണ്ട്. കുറച്ച് ഭക്ഷണം എടുത്ത്, കുറച്ച് ചോറ് കൂടി ഇട്ടിട്ട് ഇങ്ങനെ ചോദിക്കും. ഇത് ചോദിക്കാതെ ഒരിക്കലിരിക്കില്ല. അപ്പോൾ ഒരു ദിവസം ഇത് ചോദിക്കാൻ മറന്നുപോയി. എൻ്റെ അമ്മ എന്നോട് രാത്രി അത്താഴത്തിൻ്റെ സമയത്ത് കുറച്ചുകൂടി ചോറ് ഇടട്ടെ എന്ന് ചോദിക്കാൻ അന്ന് മറന്നുപോയി. എന്ത് സംഭവിച്ചെന്നറിയാം, അന്ന് രാത്രി എൻ്റെ അമ്മ ഉറങ്ങിയില്ല. പിറ്റേ ദിവസം രാവിലെ എന്നിട്ട് എടാ ഞാൻ ഇന്നലെ നിനക്ക് കുറച്ചുകൂടി ചോറ് വേണമെന്ന് ചോദിക്കാൻ മറന്നുപോയി, ഞാൻ ഉറങ്ങിയില്ല. ഇതാണ് അമ്മ. അമ്മമാരുടെ സ്നേഹം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. അപ്പോൾ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പൂർണ്ണമായും ഞാൻ യോജിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എപ്പോൾ കുഞ്ഞ് കരയും അപ്പോൾ മാത്രമേ പാലൂട്ടുകയുള്ളൂ, അപ്പോൾ മാത്രമേ ഭക്ഷണം കൊടുക്കുകയുള്ളൂ, അങ്ങനെയാണോ അമ്മമാർ? എനിക്കിപ്പോൾ വിശപ്പില്ല, എന്നാലും കുറച്ചുകൂടി കഴിച്ചു, കുറച്ച് പാൽ കുടിച്ചു. കൈക്കുഞ്ഞാണേലും അല്ലേ എങ്ങനെയെങ്കിലും കുടിപ്പിക്കാൻ ശ്രമിക്കും. വിശപ്പില്ലെന്ന് പറഞ്ഞാൽ അമ്മമാരുടെ അകത്ത് ആധിയാണ്. നമ്പർ 4, ലവ് ഫുൾഫിൽസ് ഗോഡ്സ് ലോ. നാലാമത്തത്, ഈ സ്നേഹം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ നിവൃത്തീകരിക്കുന്നു. റോമലേഖനം 13:10, റോമൻസ് 13:10, ലവ് ഡസ് നോട്ട് ഹാം ടു എ നെയ്ബർ. ഒരു സ്നേഹം ഒരിക്കലും മറ്റൊരാൾക്ക് അല്ലെങ്കിൽ അയൽക്കാരന് ഒരു ഉപദ്രവവും വരുത്തുന്നില്ല. Therefore, love is the fulfillment of the law. സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയാകുന്നു. അതിന് ഒരു കാരണം കൂടിയുണ്ട്. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 39 വരെ വായിച്ച് നോക്കണം. മാത്യു 22.
37-39. Love the Lord your God with all your heart and with all your soul and with all your mind. അല്ലേ? എപ്പോഴും നമ്മൾ പറയാറുള്ളൊരു വചനമാണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് കമാൻഡ്മെൻറ്റ്. അതായത് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ നീ സ്നേഹിക്കണം. ഇത് ആദ്യത്തേതും ഏറ്റവും വലുതുമായ കൽപ്പനയാകുന്നു. അതിന് ശേഷം കേൾക്കുക, ആൻഡ് ദ സെക്കൻഡ് ഈസ് ലൈക്ക് ഇറ്റ്, ലവ് യുവർ നെയ്ബർ ആസ് യുവർ സെൽഫ്. നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. പക്ഷേ ഇതിന് ശേഷം കർത്താവ് പറഞ്ഞൊരു കാര്യം, ന്യായപ്രമാണം മൊത്തം ഇതിലടങ്ങിയിരിക്കുന്നു. എന്തിൽ? സ്നേഹത്തിൽ. ഇത് രണ്ടും സ്നേഹമാണ്. ദൈവത്തെ സ്നേഹിക്കുക പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ. ആ പാർട്ട് കഴിഞ്ഞു. അടുത്തത്, മറ്റുള്ളവരെ നിന്നെ പോലെ തന്നെ നീ സ്നേഹിക്കുക. ഇത് രണ്ടും കഴിഞ്ഞാൽ ന്യായപ്രമാണം കഴിഞ്ഞു. 10 കൽപ്പനകൾ മൊത്തം കൂടി എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ കുറേ എണ്ണം, കൃത്യം ഞാൻ ഓർക്കുന്നില്ല എവിടെ വരെയാണ്, ആദ്യത്തെ 4-5 എണ്ണം ദൈവത്തെ സ്നേഹിക്കുക എന്നും ബാക്കിയുള്ളതെല്ലാം മനുഷ്യനെ സ്നേഹിക്കുക. ഇത് രണ്ടാക്കി തിരിക്കുക. ഇതാണ് കർത്താവ് കാറ്റഗറൈസ് ചെയ്ത് പറയുന്നത്. ന്യായപ്രമാണം മൊത്തം വെറും 2 കൽപ്പനകളിൽ ഒതുക്കാം. എന്താണത്? ദൈവത്തെ പൂർണ്ണതയിൽ സ്നേഹിക്കുക, നിന്നെപ്പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക. കഴിഞ്ഞു. അത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ന്യായപ്രമാണം നിവൃത്തിയായി. ഈ സ്നേഹം ഉണ്ടെങ്കിൽ വേറൊരുത്തനെ കൊല്ലില്ല, ഈ സ്നേഹം ഉണ്ടെങ്കിൽ മോഷ്ടിക്കില്ല, ഈ സ്നേഹം ഉണ്ടെങ്കിൽ കള്ളസാക്ഷ്യം പറയില്ല, ഈ സ്നേഹം ഉണ്ടെങ്കിൽ അന്യൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കില്ല, വസ്തുക്കൾ മോഹിക്കില്ല, ഇതൊന്നും ചെയ്യില്ല. ഈ സ്നേഹമാണ്. അതുകൊണ്ട് കർത്താവ് പറയുക, പുതിയൊരു കൽപ്പന ഞാൻ തരിക, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. കഴിഞ്ഞു. നമ്പർ 5, ലവ് ഡ്രൈവ്സ് ഔട്ട് ഫിയർ ആൻഡ് ഡിവിഷൻ. സ്നേഹം ഭയത്തെയും ഭിന്നതയെയും പുറത്താക്കുന്നു. 1 John 4:18. 1 യോഹന്നാൻ 4:18 കാണുന്നത്, ദർ ഇസ് നോ ഫിയർ ഇൻ ലവ്. സ്നേഹത്തിൽ ഭയമില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ, ദർ ഇസ് നോ ഫിയർ ഇൻ ലവ്. സ്നേഹത്തിൽ ഭയമില്ല. ബട്ട് പെർഫെക്റ്റ് ലവ് ഡ്രൈവ്സ് ഔട്ട് ഫിയർ. പരിപൂർണതയുള്ള സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ബിക്കോസ് ഫിയർ ഹാസ് ടു ഡു വിത്ത് പണിഷ്മെൻറ്റ്. കാരണം ഭയത്തിന് എങ്ങനെ പറയേണ്ടത്, ചില സ്ഥലത്ത് പറയുന്നത് ദണ്ഡനമുണ്ടെന്ന്, അല്ലെങ്കിൽ ശിക്ഷയുണ്ടെന്ന്. ദ വൺ ഹു ഫിയേഴ്സ് ഈസ് നോട്ട് മെയ്ഡ് പെർഫെക്റ്റ് ഇൻ ലവ്. ഭയപ്പെടുന്ന ഒരാൾ സ്നേഹത്തിൽ തികഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്ന സ്നേഹം ദൈവസ്നേഹമാണ്. നമ്മുടെ ആരുടെയും സ്നേഹം പൂർണ്ണമല്ല. ദൈവസ്നേഹം എന്താണെന്ന് വ്യക്തതയോടെ നമ്മൾ മനസ്സിലായി, പിന്നെ നമ്മളിൽ നിന്നും ഭയം മുഴുവൻ മാറിപ്പോവും. ഫിയർ ഡിവൈഡ്സ്, ലവ് യുണൈറ്റ്സ്. ഭയം ഭിന്നത ഉളവാക്കുന്നു, സ്നേഹം ഐക്യത ഉളവാക്കുന്നു. ഒന്നുകൂടി പറയാം, ഭയം ഭിന്നത ഉളവാക്കുമ്പോൾ സ്നേഹം ഐക്യതയെ ഉളവാക്കുന്നു. അപ്പോൾ ഈ സാധാരണ പറയുന്നൊരു ഉദാഹരണമാണ്, ഒരു ഇരുട്ട് മുറിയിലേക്ക് കയറി സ്വിച്ച് ഓൺ ആക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് വരുന്ന സമയത്ത് അതുവരെ മുറി നിറഞ്ഞിരുന്ന ആ ഇരുട്ട് അവിടെ പോയി, ഒറ്റ ചാട്ടം പുറത്തേക്ക്. വെളിച്ചം ഉദിക്കുമ്പോൾ ഇരുട്ട് അകന്നു പോകുന്നു, പിന്നെ അവിടെ ഇല്ല. ഇതുപോലെ സ്നേഹം നമ്മുടെ അകത്തേക്ക് വന്ന്, ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ അകത്തേക്ക് വന്ന് നിറയുമ്പോൾ ഭയം ഉടൻ തന്നെ പൊക്കളയും. നമ്പർ 6, ലവ് ഈസ് ഇറ്റേണൽ. സ്നേഹം നിത്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. 1 Corinthians 13:8. 1 Corinthians 13:8 പറഞ്ഞാൽ ലവ് നെവർ ഫെയിൽസ്. സ്നേഹം ഒരിക്കലും പരാജയപ്പെടുകയില്ല, സ്നേഹം ഒരിക്കലും ഉതിർന്നു പോകുകയില്ല. അങ്ങനെയാണ് ഒരു ട്രാൻസ്ലേഷനിൽ കാണുന്നത്. എവറിത്തിങ് എൽസ് വിൽ പാസ്. ബാക്കിയുള്ളതെല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞു, ഗിഫ്റ്റ്സ്, നോളജ്, പ്രോഫസി, വിഷൻസ് എല്ലാം പോവും. ബട്ട് ലവ് വിൽ ലാസ്റ്റ് ഫോർ എവർ. എന്നാൽ സ്നേഹം എല്ലായ്പ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ ഇത് എത്ര ഭയങ്കരമാണ് ഈ സംഭവം. ഈ വർഷം ദൈവസ്നേഹത്താൽ നിറയപ്പെടാൻ, പ്രത്യേകിച്ച് ഇന്ന് തുടങ്ങട്ടെ. എത്ര പേർക്ക് താല്പര്യമുണ്ട്? സോ അങ്ങനെ താല്പര്യമുള്ളവർ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, ഐ വാണ്ട് ടു ബി ഫിൽഡ് വിത്ത് ഗോഡ്സ് ലവ്. ദൈവസ്നേഹത്താൽ നിറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ടൈപ്പ് ചെയ്തിടുക. കർത്താവെ, എല്ലാവരെയും അങ്ങ് മാനിച്ച്, ആഗ്രഹങ്ങളെ മാനിച്ച്, പ്രാർത്ഥനയെ മാനിച്ച്, എല്ലാവരുടെ അകത്ത് സ്നേഹം വന്നു നിറയട്ടെ എന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു.
സ്നേഹം കിട്ടിയിട്ടില്ലാത്തവരുണ്ട്, അവർക്കായി പ്രാർത്ഥിക്കുന്നു. സ്നേഹം കൊടുക്കാൻ അറിയാത്തവരുണ്ട്, അവർക്കായി പ്രാർത്ഥിക്കുന്നു. ലവ് ലാംഗ്വേജ് അറിയാത്തവരുണ്ട്, എക്സ്പ്രസ് ചെയ്യാത്തവരുണ്ട്, അവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എത്രയോ കുഞ്ഞുങ്ങൾ സ്നേഹം കിട്ടാതെ, എത്രയോ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹം കിട്ടാതിരിക്കുന്നു. എന്നാൽ ഈ വർഷം അതിലെല്ലാം ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ പരിശുദ്ധാത്മാവ് എല്ലാവരിലും പ്രവർത്തിക്കണമേ. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ചെവിക്കകത്ത് പ്രശ്നമുള്ളവർ കൈവെക്കുക. യേശുവിൻ്റെ നാമത്തിൽ. കാത് കേൾക്കുന്നില്ലെങ്കിൽ അത് തുറന്നു വരട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ഈ ഷോൾഡറിലുള്ള ഇവിടെയുള്ള ഈ ബോൺ, അതിന് പ്രയാസമുള്ളവരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ വാരിയല്ലുകളിൽ സൗഖ്യം നടക്കുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഈ UTI എന്നൊരു രോഗമുണ്ടല്ലോ, യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ, അവിടെ ഒരു സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. അലർജികൾ മാറിപ്പോട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. ഇന്നങ്ങയുടെ നാമത്തിൽ വലിയ സൗഖ്യത്തെ എല്ലാവരിലും കൽപ്പിച്ചിരിക്കുന്നു. കർത്താവേ, നീ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലസ് യു. ബൈ.